ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ എങ്ങനെ ഞങ്ങളുടെ ലൈഫ് റീബിൽഡ് ചെയ്യണതെന്നാണ്. അതായത് ചില ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും, അങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടാവും. മുമ്പിൽ എന്താ ചെയ്യേണ്ടത് ഒന്നുമേ അറിയില്ല. പിന്നെ ബേസിക്കലി ആർക്കും സപ്പോർട്ടില്ലാണ്ട് ആയിരിക്കും പൊതുവെ ഉണ്ടാവുക. ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. ഓക്കെ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആവട്ടെ, ഏത് ഏജ് ഗ്രൂപ്പ് എടുത്താലും ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് നോർമലി സ്ട്രെസ് മെയിൻറ്റെയിൻ കൺട്രോൾ ചെയ്യാണ്ട് ഓവറായിട്ട് ഒരു തനിയായിട്ട് ലോൺലിനെസ്സായിട്ട് ഇരിക്കുന്നത്, അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാത്ത ഒരവസ്ഥ, ഡിപ്രഷൻ, അങ്ങനെ പല സ്റ്റേജസും കടന്നു പോവാറുണ്ട് ഇന്നത്തെ ഒരു ജനറേഷൻ. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ, അതായത് ഒരു ഡിപ്രഷനിൽ വരുന്ന മുൻപ് ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു അത് ഞങ്ങളെ തന്നെ അനലൈസ് ചെയ്തെടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലവരും നല്ല ടോക്കറ്റീവ് ആയിരിക്കും, പിന്നെ ചിലവരും നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നതും, ഫോർ എക്സാമ്പിൾ മൂവി കാണുക, കൂടെ ഇരുന്ന് കളിക്കുക, കമ്പൈൻ സ്റ്റഡിങ്, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബീച്ച് പോവുക, അങ്ങനെ പല രീതിയിലത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ടാകും. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ സഡന്നായി ഒരു സ്റ്റേജ് എന്ന് വരുമ്പോൾ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാത്ത അവസ്ഥ വന്നപ്പോൾ ഇങ്ങനെ ലോൺലിനെസ്, ഡിപ്രഷന്, സ്ട്രെസ്ഡ് ആയിട്ടുള്ളത്, പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഓവർ തിങ്കിങ് തോട്ട്സ്, നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യേണ്ടത്, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചില സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ബേസിക്കലി നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ചില ഫ്യൂ പോയിൻറ്റ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രാക്ടിക്കലായിട്ട് വർക്കാവുന്നതാണ് ലൈഫിൽ. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിസിക്കലി പിന്നെ മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക. അതായത് എക്സസൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ അത് തുടർന്ന് പോയിട്ടുണ്ടാവണം, കൺസിസ്റ്റൻസി ഉണ്ടാവണം. പിന്നെ അത് തുടർച്ചയായിട്ട് ഒരു റുട്ടീന് ഞങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്, മെഡിറ്റേഷന്, പിന്നെ എക്സസൈസ് ചെയ്യും. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പറോ ഒരു ബുക്കോ ഒരു നോവലോ ഒരു പോയമോ അങ്ങനെ പഠിക്കണ ഒരു ശീലം. ഓക്കെ, അത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. ദൈവത്തിനോട് നന്ദി പറയുക എല്ലാത്തിനും, ഈ ജീവിതം കിട്ടിയതുകൊണ്ടും, പിന്നെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തൊക്കെ അനുഭവിക്കാൻ കിട്ടിയിട്ടുണ്ടോ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും സ്മരിക്കുക. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പോസിറ്റീവായിട്ട് ഏതൊരു സിറ്റുവേഷൻ വന്നാലും, ഈവൻ ഡിപ്രഷൻ ആയാലും, ഇനി എങ്ങനത്തെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു സ്ട്രോങ്, ആരോ ഒരു കൂടെയുള്ള പോലെ ഒരു തോന്നൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, പൊതുവെ പറയാൻ നോക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് എനർജി ഞങ്ങളുടെ ഉള്ളിൽ ജാസ്തിയാവും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലോൺലിനെസ് ആയിരുന്നാലും നമുക്ക് ഇതൊക്കെ സ്റ്റേജസ് കടന്നു വരാനുള്ള ഒരു കോൺഫിഡൻസ് പതിയെ ഉണ്ടാവാൻ തുടങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു
ശീലമാക്കുക. ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഇരിക്കുക ലൈഫിനും അതിൻ്റെ നമ്മളുടെ സംബന്ധിച്ച ചുറ്റുപാടും. ഓക്കെ. പിന്നെ അടുത്തത് പറയാനുള്ളത് നേച്ചറുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. അതായത് ഒരു വാക്ക് പോവുക, ഈവനിങ് വാക്ക്. അതായത് പാർക്ക് പോവാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇങ്ങനെ 1 റൗണ്ട് ഇങ്ങനെ വെറുതെ സർക്കിൾ പോലെ 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. വാക്കിംഗ് പോയി വന്ന പോലെ ജോഗിങ്, അങ്ങനെ പലതും. ഇല്ലെങ്കിൽ ചിലർക്ക് ഗാർഡനിങ് ഇഷ്ടമാവും. പിന്നെ അതായത് ആ ഒരു നർച്ചറിങ് എന്ന് പറയുമല്ലോ, പ്ലാന്റ്സിനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നതാണ്. പിന്നെ അധികം വെള്ളം കുടിക്കാൻ നോക്കുക. പിന്നെ കൺട്രോൾഡായിട്ട് വയ്ക്കുക മൈൻഡ്. പിന്നെ വല്ല പ്രശ്നങ്ങൾ വന്നാലും പെട്ടെന്ന് ആരുടെ അടുത്തെങ്കിലും ഷെയർ ചെയ്യാൻ നോക്കുക. അടുത്ത തന്നെ ഇങ്ങനെ പൈലപ്പ് ചെയ്യാണ്ട് ഇരിക്കുക ഇമോഷൻസ്. ഓക്കെ. പിന്നെ ഫീലിങ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു എന്താ പറയുക, അത് നോട്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മുടെ ഫീലിങ്സ് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റായി തോന്നുന്നുണ്ടോ അതോ അങ്ങനെ മൈൻഡിൽ പെട്ടെന്ന് അറിയുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്രണ്ടോ ഒരു അമ്മയോ അച്ഛനോ അടുത്തോ തുറന്ന് അങ്ങോട്ട് പറയുക, എനിക്ക് ഇന്നത്തെ ദിവസം എന്തോ ഒരുമാതിരി ബോറടിക്കുന്നു, ഐ ഫീൽ വെരി ലോൺലി. ഇങ്ങനെ ചില എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈവിങ് പഠിക്കാം. അതായത് പുതിയൊരു സ്കിൽ. ഓക്കെ. ഡ്രൈവിംഗ് ആവാം, കുക്കിംഗ് ആവാം, പിന്നെ എന്താ പറയുക, ഈ ഗെയിംസ്, അതായത് ചെസ്സ്, ടേബിൾ ടെന്നീസോ ഇല്ലെങ്കിൽ ബാഡ്മിൻ്റണോ ഏതെങ്കിലും ആവാം, ബാസ്കറ്റ് ബോളോ വോളിബോളോ. അങ്ങനെ സ്പോർട്സ് കളിക്കുമ്പോൾ നമുക്കതൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കുന്നതാണ്, എപ്പോഴും ആക്റ്റീവായിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറയാൻ എപ്പോഴും പോസിറ്റീവ് പീപ്പിളിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കേണ്ടതാണ്. ഓക്കെ. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മളുടെ പ്രോബ്ലംസൊക്കെ ജീവിതത്തിൽ പതിയെ സോൾവ് ചെയ്യാനും പിന്നെ മെൻ്റലി സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇരിക്കാനും സഹായിക്കുന്നതാണ് ഈ ചില കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ മൂഡിയായിട്ട് ഇരിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു പ്രോബ്ലം വന്ന് സൊല്യൂഷൻസാണ് കണ്ടെത്താൻ നോക്കേണ്ടത്. ഓക്കെ. ഇത് ഈസിയാണ് പറയാൻ, പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അതൊന്ന് പുറത്തോട്ട് വരാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു തോട്ട്സൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായത് പെട്ടെന്ന് സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ഓപ്ഷൻ, അതായത് ബെൽ ഐക്കൺ തന്നിട്ടുണ്ട്, അടുത്തതിന് ചെറുത്, പിന്നെ ബെൽ ഐക്കൺ അമർത്തിയാൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തേണ്ടതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.